നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിക്കെതിരായ സർക്കാർ ഹർജിയിൽ പ്രതികരണവുമായി ഗവർണർ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കോടതിയെ സമീപിക്കാമെന്ന് ഗവർണർ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്നും ഗവർണർ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് ഗവർണർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പ്രതികരണം ഇത്രമാത്രമായിരുന്നു. അതേസമയം സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അപൂർവമായി മാത്രമുള്ള ഒരു നീക്കത്തിനാണ് കേരളം മുതിർന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കേരളം. രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗവർണറെയും കക്ഷി ചേർത്തിട്ടുണ്ട്. രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി തന്നെ കേരള സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഒരൊറ്റ ഹർജിയാണ് നൽകിയത്. രാഷ്ട്രപതിയുടെ സെക്രട്ടറി കേസിൽ കക്ഷി ചേർത്തു. ഗവർണറും എതിർ കക്ഷിയാണ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു ഹർജിയാണിത്. സംസ്ഥാന സർക്കാർ നൽകിയ ചില ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണർ അവ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. എന്നാൽ ഇതിൽ രാഷ്ട്രപതി ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള 7 ബില്ലുകളിൽ 4 എണ്ണം തടഞ്ഞു വെച്ചതായാണ് പരാതി. സംസ്ഥാനം നൽകിയ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടായിട്ടില്ല. കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം. എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പ്രധാന ആരോപണം. ഭരണഘടനാ വിദഗ്ധരുമായും വക്കീലന്മാരുമായുള്ള മറ്റും ചർച്ചകൾക്ക് ശേഷമാണ് സംസ്ഥാനത്തിന്റെ നീക്കം. ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ MLA TP ബാലകൃഷ്ണനുമാണ് സംസ്ഥാനത്തിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തത്. രാഷ്ട്രപതി ഈ ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ കൂടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത്. ഭരണഘടനാപരമായി തെറ്റായ കീഴ്വഴക്കമാണെന്നും സംസ്ഥാനം ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ 4 എണ്ണം തടഞ്ഞു വെച്ചതായാണ് പരാതി. സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ബാക്കി ബില്ലുകളിലൊന്നും തന്നെ തീരുമാനം എടുത്തിട്ടില്ല. ഇത് വൈകിപ്പിക്കുന്നു എന്ന് കാട്ടിയാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിനോട് ഗവർണറുടെ പ്രതികരണം ഇപ്രകാരമാണ്. ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. തീരുമാനം എടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്നാണ് ഗവർണറുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.